അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. وعن عائشة رضي الله عنها أن امرأة مستحاضة على عهد رسول الله صلى الله عليه وسلم قيل لها أنه عرق عاند فأمرت أن تؤخذ الظهر وتعجل العصر وتغسلهما غسلا واحدا وتؤخر المغرب وتعجل العشاء وتغسلهما غسلا واحدا تعتزل لصلاة الصبح غسلا واحدا رواه أبو داود. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിർബന്ധമായ കുളിയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നത്. ഇനി സുന്നത്തായ കുളികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതോ അതല്ലെങ്കിൽ ജീവിതത്തിൽ കാണിച്ചു തന്നതോ നിർദ്ദേശം നൽകിയതോ ഒപ്പം അനുവാദം നൽകപ്പെട്ടതോ ആയ കാര്യങ്ങൾ. അതിൽ ഒന്ന്, ബോധക്ഷയമുണ്ടായാൽ സ്വാഭാവികമായി മനുഷ്യന് നിലവിലുള്ള ബുദ്ധിപരമായ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ട് അബോധാവസ്ഥയുണ്ടാകുന്നു. പ്രത്യേകിച്ച് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം, രോഗ കാരണമായിട്ട്, ഇയർ ബാലൻസിൻ്റെ കാരണമായിട്ട്, അല്ലെങ്കിൽ ശാരീരികമായ അവശതകൾ ഉള്ളത് കൊണ്ട് ഒക്കെ സംഭവിക്കാം. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ രേഖപ്പെടുത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൻ്റെ ഏറ്റവും അവസാന സന്ദർഭത്തിൽ, വഫാത്തിനോട് അടുത്ത സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഫർ മാസം 29 പ്രവിശാലമായി ഇന്നും ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ കാണാൻ പറ്റും ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനം. അവിടെ ഖബറടക്കം ചെയ്ത സഹാബത്തിൻ്റെ ഖബർ സന്ദർശിക്കുകയും തിരിച്ചു വരുന്ന സമയത്ത് ശക്തമായ ചൂട് കാരണമായി തല കറങ്ങി വീണുപോവുകയും ചെയ്തു. അസഹ്യമായ തലവേദന 10-13 ദിവസം നീണ്ടുനിന്നു. അതിൽ മുക്കാൽ ഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴഞ്ഞും വേച്ചും ഒക്കെ തൻ്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മിഹ്റാബ് വരെയുള്ള ദൂരം എത്തിയിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തിലൊരു മഗ്രിബ് റസൂലുള്ളാഹി നിന്ന് എഴുന്നേറ്റു, അബോധാവസ്ഥയിലേക്ക് തന്നെ പോയി. വീണ്ടും എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുളിക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു, വുളൂ ചെയ്തു. എഴുന്നേറ്റിട്ട് മഗ്രിബാണ് കേട്ടോ. ബാങ്ക് വിളിച്ചിട്ട് ബിലാൽ റളിയല്ലാഹുവിനോട് കാത്തു നിൽക്കുക. ഏകദേശം അന്നുള്ള മുഴുവൻ സഹാബത്തും അവിടെ ഉണ്ട്. കാരണം 10-13 ദിവസമായിട്ട് അവർ വേറെ എവിടെയും പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശിഫ കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ഈ മെഹ്റാബിൽ അദ്ദേഹം തിരിച്ചെത്തിയിട്ട് ഇമാം നിൽക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സഹാബത്ത് മുഴുവൻ അവിടെ ഉണ്ട്. സമയം അങ്ങനെ നീണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അബോധാവസ്ഥയിലേക്ക് തന്നെ പോയി. അവർ എഴുന്നേൽക്കാൻ വയ്യാതെ ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഏകദേശം 17 വക്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഹ്റാബിൽ മിമ്പറിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് നിസ്കരിച്ചിരുന്നത്. ഈ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും ഇത്തിഫാഖോടുകൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ബോധക്ഷയം ഉണ്ടായാൽ കുളിക്കാം, നിസ്കരിക്കാം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടായാൽ ശേഷം കുളിക്കുന്നത് സുന്നത്തായൊരു കാര്യമാണ്. മറ്റൊന്ന്, അവിശ്വാസി മറവ് ചെയ്താൽ. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അഹ്കാമുൽ ജനായിസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറയുകയാണ്, ബാപ്പ മരിച്ചു. ആരാ ബാപ്പ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ബാപ്പാനെ കണ്ടിട്ടില്ല. ആ സ്ഥാനത്ത് കണ്ടത് ആരെയാ? അബൂ ത്വാലിബിനെയാണ്. വന്നു പറഞ്ഞത് ആരാ? അലി റളിയല്ലാഹു അൻഹു. അതാരാ? അബൂ ത്വാലിബിൻ്റെ മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബറടക്കിയിട്ട് വരാൻ. അങ്ങനെ ഖബറടക്കിയിട്ട് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പോയിട്ട് കുളിച്ചിട്ട് വാ. അപ്പോൾ അതിൽ നിന്ന് വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരാളുടെ ജനാസ സംസ്കരിച്ചാൽ കുളിക്കാം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, 2 പെരുന്നാളുകൾക്കും കുളിക്കുക എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ തന്നെ
ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ഹദീസ് പറഞ്ഞ സമയം അധികരിച്ചു പോകണ്ട എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം വന്ന് ചോദിച്ചു ഏതെല്ലാം സന്ദർഭത്തിൽ കുളിക്കണം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എല്ലാ ദിവസവും കുളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവൻ പറഞ്ഞു അതല്ല, പുണ്യകരമായ ബിർറ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കൂലി കിട്ടാനും ഉപകരിക്കുന്നത് ഏതാണ്? അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും കുളിക്കലാണ്, അതുപോലെ തന്നെ അറഫ ദിവസം കുളിക്കലാണ്, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളും കുളിക്കലാണ് എന്നിങ്ങനെ പറഞ്ഞ മുസ്ലിം ഉമ്മത്ത് ഇന്ന് പൊതുവിൽ മനസ്സിലാക്കി വെച്ച സുന്നത്തായ കുളികളെ സംബന്ധിച്ചൊക്കെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. മറ്റൊന്ന് അറഫ ദിവസം ഹജ്ജ് 9 ഹജ്ജിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ അറഫ ദിവസം കുളിക്കുക എന്നുള്ളത്. മറ്റൊന്ന് മയ്യത്തിനെ കുളിപ്പിച്ച ആൾ. നേരത്തെ പറഞ്ഞത് അവിശ്വാസിയാണെങ്കിൽ പൊതുവായി ആമൻ നാസിലെ മുസ്ലിം ഉമ്മത്തിൽപ്പെടുന്ന ഒരു മയ്യത്തിനെ കുളിപ്പിച്ച ആൾ കുളിക്കുക എന്നുള്ള സുന്നത്തും ഒരാൾ മയ്യത്ത് കട്ടിൽ അല്ലെങ്കിൽ മയ്യത്തിനെ എടുക്കുകയോ വെക്കുകയോ ഒക്കെ ചെയ്താലും മയ്യത്ത് കട്ടിൽ ചുമന്നാലും ഒക്കെ അയാൾ ഉളൂ ചെയ്യുക എന്നുള്ളതും സുന്നത്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി 1195 ഹദീസ് നമ്പറായിട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. മറ്റൊന്ന് ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരാൾ കുളിക്കൽ സുന്നത്താണ് എന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ പറ്റും. മറ്റൊന്ന് മക്കയിൽ പ്രവേശിക്കുമ്പോൾ ആ കഅബയുമായി ബന്ധപ്പെടുന്ന പവിത്രമായ ഹറമിൽ പ്രവേശിക്കുന്ന സമയത്ത് കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഒരു പ്രാവശ്യത്തിന് ശേഷം രണ്ടാമതൊരു പ്രാവശ്യം അങ്ങനെ ഒരു ആവശ്യവും ആഗ്രഹവും നേരിടുകയാണെങ്കിൽ അയാൾ കുളിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ പറ്റും. മറ്റൊന്ന് ഏറ്റവും അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് ബ്ലീഡിംഗ് എന്ന സംവിധാനം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് നൽകിയ അവരവരുടെ ഗർഭാശയത്തെ ക്ലിയർ ചെയ്യാൻ, സംശുദ്ധീകരിക്കാൻ, വൃത്തിയാക്കാൻ വേണ്ടി മാസത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു സംവിധാനം. അതൊരു പക്ഷേ ചില സ്ത്രീകളിലൊക്കെ അതിൻ്റെ നാളുകൾ നീണ്ടുപോകും. അതിന് ഇസ്തിഹാലത്ത് എന്ന് അറബിയിൽ പറയുന്നു, നമ്മളതിന് ബ്ലീഡിംഗ് എന്ന് വിളിക്കുന്നു. ആ സമയത്ത് എന്തു ചെയ്യണം എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ഹദീത്താണ് ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീസ് കിതാബിൽ 273 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസ് ഇങ്ങനെയാണ്: അന്ന ഇംറഅത്തൻ മുസ്തഹാലത്തൻ, ഇസ്തിഹാലത്തുള്ള ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ അല അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു. ഉമ്മു ഹബീബ എന്നാണ് അവരുടെ പേര് എന്ന് മറ്റൊരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖീലലഹ, അവരോട് പറഞ്ഞു, അന്നഹു ഇർഖുൻ ആനിദ്, അത് സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രൈണമായിട്ടുള്ള ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ്, അതിൽ പ്രയാസമൊന്നുമില്ല. ഫഉമിറത്, എന്നിട്ട് അവരോട് കൽപ്പിക്കപ്പെട്ടു അൻ യുഖദ അൽലുഹറ, ലുഹറിനെ ഒന്ന് പിന്തിക്കാനും വതഅജ്ജൽ അസ്ർ, അസ്റിനെ ഒന്ന് മുന്തിക്കാനും വതഅസ്ലഹുമാ ഗുസ്ലൻ വാഹിദൻ, അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒന്ന് കുളിക്കാനും. അപ്പൊ രണ്ട് നിസ്കാരങ്ങളെ കൂട്ടി നിസ്കരിക്കാം. ആ നിസ്കാരത്തിന്റെ പേരെന്താ? രണ്ട് നിസ്കാരങ്ങൾ കൂട്ടി നിസ്കരിക്കാം. ജംഅ്, ജംഅ് കസ്ർ വേറെയാണ്. അൽ ജംഅ് ലിൽ ഹാജത്തി വൽ ഖസ്റു ലിൽ മുസാഫിരി. ജംഅ് ഒരു ആവശ്യം നേരിട്ടാൽ നിർവഹിക്കാനുള്ള, പറഞ്ഞതുപോലെ രോഗം കാരണമായിട്ട് ചിലപ്പോൾ മൂത്രവാർച്ച ഉണ്ടാവും, വെള്ള പ്രയാസങ്ങൾ അതൊക്കെയാണല്ലോ. പ്രായാധിക്യത്തിന് അങ്ങേയറ്റത്തെത്തുമ്പോൾ അശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ മനിയ് വതിയ് പോലെയുള്ളത് പിന്നെ മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഞാൻ ഇന്നലെ ഗ്യാസ് ട്രബിൾ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും സാധാരണഗതിയിലുള്ള ഒരാളല്ല കേട്ടോ, എനിക്കൊണ്ട് വിചാരിച്ചിട്ട് അങ്ങനെ ജമാക്കാന്നല്ല പറഞ്ഞത്. മനുഷ്യന് രോഗകാരണമായിട്ടുണ്ടാകുന്ന എന്തെല്ലാം അസ്വസ്ഥതകളും പ്രയാസങ്ങളുണ്ടോ അത്തരമൊരു ആവശ്യം നേരിട്ടാൽ അൽ ജംഉ ലിൽ ഹാജത്തി, ജംഅ് ചെയ്യാനുള്ള ആവശ്യങ്ങൾക്കുള്ള, എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള കച്ചവടമല്ല, അത് എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ സഹോദരിയോട് പറഞ്ഞത് ലുഹറിനെ ഒരൽപ്പം പിന്തിക്കാനും അസറിനെ മുന്തിക്കാനും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുളിക്കാനും വൃത്തിയാകാനും എന്നിട്ട് നിസ്കരിക്കാനും പറഞ്ഞു. അതുപോലെ തന്നെ അസർ മഗ്രിബ് ഒരൽപ്പം പിന്തിക്കാൻ, തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ഈ കിണ്ണത്തിന്റെ വക്കത്തിരിക്കുന്ന നെന്മണി പോലത്തെ ഒരു സമയമാണ് മഗ്രിബിനുള്ളത്, പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് പെട്ടെന്ന് നിസ്കരിച്ചു പോകുന്നത്. അത് ഒരൽപ്പം കൂടി എന്നിട്ട് ഇശാഇന്റെ അല്പം മുന്തിക്കാനും അതിൻ്റെ ഇടയിൽ ഒന്ന് കുളിക്കാനും, കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി അല്ലെങ്കിൽ ശരിയായ രൂപത്തിലായതിനു ശേഷം അവരോട് നിസ്കരിക്കാനും പറഞ്ഞു. അതുപോലെ തന്നെ
സുബ്ഹിന്റെ സമയത്ത് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി കുളിക്കണം ഓസ്ലം വാഹിദ. അത് അങ്ങോട്ടും കൂടെ ആക്കാൻ പറ്റൂല, ജംആക്കാനും പറ്റില്ല, കസ്റാക്കാനും പാടില്ല. അത് അതിന്റെ വക്തിൽ തന്നെ നിസ്കരിക്കണം. വക്ത് തെറ്റിയാൽ അത് അന്നത്തെ ദിവസം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് 2 തൊട്ടടുത്ത നമസ്കാരങ്ങൾ നിസ്കരിക്കാൻ ബ്ലീഡിംഗ് ഉള്ള ആരോഗ്യത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് അവനവന്റെ ശരീരത്തിലെ ഹൈദ് കഴിഞ്ഞിട്ടുള്ള ദിവസത്തിനാണെന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അയാൾ ഇന്നിപ്പോൾ വേണ്ട, ഞാൻ രോഗിയാണ്, നിസ്കരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞൊക്കെ പാടെ കെട്ടിപ്പൂട്ടി വെക്കാനല്ല പഠിപ്പിച്ചു, മറിച്ച് അവക്കിടയിൽ കുളിച്ച് നിസ്കരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സുന്നത്തായ കുളികളാണ്. അവ മനസ്സിലാക്കി വെക്കുക, പഠിക്കുക, പ്രായോഗികമായ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളിൽ വിശുദ്ധരായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അപാകതകളും അനർത്ഥവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തന്നു ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും അത്തരം തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാനുള്ള തഖ്വയും സൂക്ഷ്മതയും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനും ഇബാദത്തും അമലും വർദ്ധിപ്പിക്കാനും ഈമാൻ കൂടുതൽ നിലനിർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മരണമടഞ്ഞ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു ആജലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാദിക്കവും മറ്റിതര പ്രയാസങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ആളുകളുടെ ശാരീരികമായ മാനസികമായ അവസ്ഥകൾ പലതും പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും എല്ലാവർക്കും മരണം വരെ നിലനിർത്തി തന്ന് ഇബാദത്തും അമലുകളും നഷ്ടപ്പെട്ടു പോകാതെ ജീവിതത്തിൽ തുന്നിച്ചേർക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പാരത്രികമായ ലോകത്ത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും ശുഹദാക്കും സലഫുസ്സാലികളും സുദ്ദീഖുകളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.